Hello students, welcome to the 11th session in this module. Today we'll be learning about priming of a centrifugal pump and various characteristic curves of centrifugal pumps. അപ്പോൾ പ്രൈമിംഗ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്താണ് നിങ്ങൾ ഓൾറെഡി മുന്നേ കേട്ടിട്ടുണ്ടാവും. കാരണം എന്താണ് പ്രൈമിംഗ് എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഫില്ലിംഗ് ദ വാട്ടർ അല്ലേ, ഫില്ലിംഗ് ദ വാട്ടർ ഇൻ ദാറ്റ് സെക്ഷൻ പൈപ്പ് ആൻഡ് സെക്ഷൻ പൈപ്പ് കംപ്ലീറ്റ്ലി. കാരണം അത് നമ്മൾ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സെക്ഷൻ പൈപ്പിൽ കംപ്ലീറ്റ് വാട്ടർ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ അല്ലേ. നിങ്ങൾ വീട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ ദ പ്രൈമിംഗ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് ഈസ് ഡിഫൈൻഡ് ആസ് ഓപ്പറേഷൻ വിച്ച് സെക്ഷൻ പൈപ്പ് കേസിംഗ് ഓഫ് ദ പമ്പ്. ആക്ച്വലി കേസിംഗ് ഓഫ് ദ പമ്പിലും വേണം. കേസിംഗ് ഓഫ് ദ പമ്പ് and a portion of the delivery pipe into the delivery valve, and a portion of the delivery pipe up to the delivery valve, is completely filled up. ഫ്രം ഔട്ട്സൈഡ് സോഴ്സ്. അതായത് നമ്മൾ ഔട്ട്സൈഡ് വേറെ വെള്ളം, അതായത് നമ്മൾ സമ്പന്നില്ല വെള്ളമല്ല, നമ്മൾ വേറെ തന്നെ വെള്ളം ഇതിൽ ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ സമ്പന്ന് ഇത് സക്ക് ചെയ്യാൻ തുടങ്ങും. സമ്പന്ന് പമ്പ് വാട്ടർ സക്ക് ചെയ്യാൻ തുടങ്ങണമെങ്കിൽ നമ്മൾ ഒരു ഔട്ട്സൈഡ് സോഴ്സിൽ നിന്ന് ഈ കേസിങ്ങും സെക്ഷൻ പൈപ്പും ഡെലിവറി പൈപ്പും ഫില്ല് ചെയ്യേണ്ടി വരും, വെള്ളം കൊണ്ട് ഫില്ല് ചെയ്യേണ്ടി വരും. വിത്ത് ഔട്ട്സൈഡ് സോഴ്സ് വിത്ത് ലിക്വിഡ് ടു ബി, ഏത് ലിക്വിഡാണോ റേസ് ചെയ്യുന്നത് ആ ലിക്വിഡ് യൂസ് ചെയ്തിട്ട് വേണം ഇത് ഫില്ല് ചെയ്യാൻ. നിങ്ങൾ വേറെ വാട്ടർ അല്ലാത്ത വേറെ ലിക്വിഡ് റേസ് ചെയ്യാനാണ് ഈ പമ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ യു ഷുഡ് ഫിൽ ദ പമ്പ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ ലിക്വിഡ്. ഓക്കെ, the pump before starting the pump. ഇപ്പോൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? വൈ ഷുഡ് ബി പ്രൈം ദി സെൻട്രിഫ്യൂഗൽ പമ്പ്? വൈ എന്തുകൊണ്ടെന്ന് വെച്ചാൽ we will be able to remove air. റിമൂവ് ചെയ്യണം, എയർ ഫ്രം ദീസ് പാർട്സ്. എന്നാലേ ഒരു കണ്ടിന്യൂസ് വർക്കിംഗ് പോസിബിൾ ആവും. ഓക്കെ, പാർട്സ് ഓഫ് ദ പമ്പ്. അപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് എയർ റിമൂവ് ചെയ്യേണ്ടത്. വൈ ഷുഡ് വി റിമൂവ് എയർ? നമുക്കറിയാം ഒരു ഹെഡ് ജനറേറ്റഡ് ബൈ ദ പമ്പ്. ഹെഡ് ജനറേറ്റഡ് എന്താണ്? നമ്മൾ ഇക്വേഷൻസ്, നമ്മൾ വെലോസിറ്റി ട്രയാങ്കിളൊക്കെ വരച്ച് ഇക്വേഷൻസ് കണ്ടില്ലേ. ഹെഡ് ജനറേറ്റഡ് ബൈ പമ്പ് എന്തായിരിക്കും? 1/g VW2U2 എന്നുള്ളൊരു ഹെഡാണ് ജനറേറ്റ് ചെയ്യുക അല്ലേ. ഈ ഇക്വേഷനിൽ ഡെൻസിറ്റി ഉണ്ടോ? ഈ ഇക്വേഷനിൽ ഏത് ലിക്വിഡാണ് എന്ന് അല്ലെങ്കിൽ ഏത് ലിക്വിഡായാലും ഈ ഇക്വേഷൻ സെയിം ആണ്. അപ്പോൾ ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഡസ് നോട്ട് മാറ്റർ. ഓക്കെ, ഈ ഹെഡ് ജനറേറ്റ് ആവും. ദിസ് ഇക്വേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡെൻസിറ്റി. അപ്പോൾ ഇത് സപ്പോസ് ഇഫ് എയർ ഇസ് ദ എന്താണ് വർക്കിംഗ് ഫ്ലൂയിഡ്. എയർ ഇസ് ദ വർക്കിംഗ് ഫ്ലൂയിഡ്. അങ്ങനെയാണെങ്കിൽ 1/g VW2U2 മീറ്റർ ഓഫ് എയർ ആയിരിക്കും എന്താണ് ഹെഡ് ജനറേറ്റ് ആവുക. വാട്ടർ ആണെങ്കിൽ 1/g VW2U2 മീറ്റർ ഓഫ് വാട്ടറാണ് ഹെഡ് ജനറേറ്റ് ആവുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എയർ വന്നു കഴിഞ്ഞാൽ ഇത്രയും ഹെഡ് കുറച്ച് എയർ കൊണ്ടുപോകും അല്ലേ. സോ എയർ കൊണ്ടുപോകും. അപ്പോൾ എയർ കൊണ്ടുപോകുമ്പോൾ അവിടെ വാട്ടറാണ് ആക്ച്വലി നമുക്ക് പമ്പ് ചെയ്യേണ്ട ലിക്വിഡ് എങ്കിലും അതിൻ്റെ ഇടയിൽ എയർ വരുമ്പോൾ എയർ ഇത്ര ഹെഡ് കൊണ്ടുപോകും അല്ലേ.
എയറിൻ്റെ ഹെഡ്. പക്ഷേ എയറിൻ്റെ ഹെഡ് വെൻ വി കൺവേർട്ട് എയർ ഹെഡ് ഇൻ ടു വാട്ടർ ഹെഡ്, വെൻ head of air is converted into head of water, അതായത് ഹെഡ് ഓഫ് വാട്ടർ ഇൻ മീറ്റേഴ്സ്, ഇത് മീറ്റേഴ്സിലാണ്. അതായത് എയറിൻ്റെ ഹെഡ് മീറ്റേഴ്സിലുള്ളത് വാട്ടറിൻ്റെ ഹെഡ് മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി വെരി നെഗ്ലിജിബിൾ. കാരണം എന്താണ്? എയറിൻ്റെ ഡെൻസിറ്റി, സിൻസ് എയർ ഡെൻസിറ്റി വെരി ലോ, കാരണം എയറിൻ്റെ ഡെൻസിറ്റി 1 എങ്ങാണ്ടേ ഉള്ളൂ, നമ്മളെ വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 അല്ലേ, വെരി ലോ. അപ്പോൾ വെരി ലോ ഹെഡ് അവിടെ ഇൻ ടേംസ് ഓഫ് വാട്ടർ, എയർ ആണ് അതിൻ്റെ ഇടയിലുള്ളതെങ്കിൽ, ഇഫ് എയർ ഈസ് പ്രസൻറ്റ് ഇൻ ദി സെക്ഷൻ വാൾവ് ആൻഡ് ഡെലിവറി വാൾവ് ആൻഡ് ഇൻ ദി കേസിംഗ്, ദ ഹെഡ് ജനറേറ്റഡ് ഇൻ ടേംസ് ഓഫ് meters of water will be very low means very negligible head ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ the water may not be sucked from the pump. അപ്പോൾ കാര്യമായിട്ട് സക്ഷൻ നടക്കില്ല, പമ്പ് will not operate. So in order to avoid this difficulty, priming is necessary. അതുകൊണ്ടാണ് പ്രൈമിങ് എന്നുള്ള സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് യു മേ ഫൈൻഡ് ഇൻ യുവർ ഹൗസസ് ദാറ്റ് ഇഫ് ദി suction pipe is devoid of the water or the liquid to be pumped, the pump won't operate. The water may not be sucked from the sump to the tank. Okay, because why? Because due to the presence of air in that suction pipe and delivery pipe. So the head of air in terms of meter of air, when converted into meter of water, it is very negligible. So the water may not be sucked from the pump. The head generated may not be sufficient enough. Okay, now we will move to characteristic curves of centrifugal pump. Characteristic curves of centrifugal pump. നിങ്ങൾ ടർബൈൻ്റെ കേസിൽ ഓൾറെഡി ക്യാരക്ടറിസ്റ്റിക് കേർവ്സ് പഠിച്ചു കഴിഞ്ഞു. ആൻഡ് സിമിലർലി ഹിയർ ഓൾസോ ദർ ആർ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക് കേർവ്സ് വിച്ച് ആർ പ്ലോട്ടഡ് ഫ്രം ദ റിസൾട്ട്സ് ഓഫ് എ നമ്പർ ഓഫ് ടെസ്റ്റ് ഓൺ ദ സെൻട്രിഫ്യൂഗൽ പമ്പാണിത്. അതായത് നമ്പർ ഓഫ് കുറേ ടെസ്റ്റുകൾ സെൻട്രിഫ്യൂഗൽ പമ്പ് ചെയ്തിട്ട് കിട്ടുന്ന കേർവ്സാണ് ക്യാരക്ടറിസ്റ്റിക് കേർവ്സ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്സ്. These curves are necessary to predict the behavior and performance of the pump when the pump is working at different, അതായത് to study behavior and performance under different flow rate, അതായത് different working condition, അതായത് ഡിഫറെൻറ്റ് വർക്കിംഗ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഫ്ലോ റേറ്റ്, ഹെഡ് ആൻഡ് സ്പീഡ്. അപ്പോൾ ഡിഫറെൻറ്റ് ഹെഡ്, ഡിഫറെൻറ്റ് സ്പീഡ്, ഡിഫറെൻറ്റ് ഫ്ലോ റേറ്റിലൊക്കെ പമ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ യു ഷുഡ് നോ ദി ക്യാരക്ടറിസ്റ്റിക് കേർവ്സ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്. സോ ക്യാരക്ടറിസ്റ്റിക് കേർവ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് വർക്കിംഗ് കണ്ടീഷനിൽ പമ്പ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 3 ക്യാരക്ടറിസ്റ്റിക് കേർവ്സ് ഉണ്ട്. ഒന്ന് മെയിൻ ക്യാരക്ടറിസ്റ്റിക് കേർവ്സ്, 2 MCC, 2 ഓപ്പറേറ്റിംഗ് OCC കേർവ്സ്, 3 കോൺസ്റ്റന്റ് എഫിഷ്യൻസി ഓർ മുഷൽ കേർവ്സ്. ഒന്നാമത്തത് MCC നോക്കാം. ഇതാണ് MCC, മെയിൻ ക്യാരക്ടറിസ്റ്റിക് കേർവ്സ്. മെയിൻ ക്യാരക്ടറിസ്റ്റിക് കേർവ്സ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് കൺസിസ്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ഹെഡ്, അതായത് വേരിയേഷൻ ഓഫ് ഹെഡ് HM ഒരു മാനോമെട്രിക് ഹെഡ്, പവർ ആൻഡ് ഡിസ്ചാർജ് വിത്ത് റെസ്പെക്ട് ടു സ്പീഡ്. അതായത് സ്പീഡിനനുസരിച്ചിട്ട് ഹെഡ് എങ്ങനെ വേരി ചെയ്യുന്നത്, പവർ വേരി ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിസ്ചാർജ് വേരി ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു പ്ലോട്ടാണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക് കേർവ്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ്
ഹെഡ് യു ക്യാൻ പി യു ക്യാൻ സി പി പ്രപ്പോർഷണൽ ടു എൻ ക്യൂബ് ആണ്. അപ്പോൾ ഇത് ക്യൂബിക് കേവ് ആണ്. എച്ച് പ്രപ്പോർഷണൽ ടു എൻ സ്ക്വയർ ആണ്, അതൊരു പാരാബോളിക് കേവ് ആണ്. ക്യൂ പ്രപ്പോർഷണൽ ടു എൻ ആണ്, അതൊരു സ്ട്രൈറ്റ് ലൈൻ കേവ്, ലീനിയർ ലൈൻ. സോ ഫോർ പ്ലോട്ടിംഗ് കേവ്സ് ഓഫ് ഡിസ്ചാർജ് വേഴ്സസ് സ്പീഡ്, മാനോമെട്രിക് ഹെഡ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പി വരക്കുമ്പോൾ, പവർ വരക്കുമ്പോൾ ക്യൂ ആൻഡ് എച്ച് കോൺസ്റ്റൻ്റ് ആണ്. എച്ച് വരക്കുമ്പോൾ ക്യൂ ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആണ്. ക്യൂ വരക്കുമ്പോൾ എച്ച് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ക്യൂ വേഴ്സസ് എൻ വരക്കുമ്പോൾ അതായത് മെയിൻ ക്യാരക്ടറിസ്റ്റിക് കേവ്സിൽ ഇഫ് യു ആർ ഡ്രോയിങ് ഡിസ്ചാർജ് വേഴ്സസ് സ്പീഡ് കേവ് വരക്കുമ്പോൾ നമ്മൾ ഹെഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കും. ഹെഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുമ്പോഴാണ് ക്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ആവുന്നത്. അതേപോലെ ഹെഡ് വേഴ്സസ് സ്പീഡാണ് വരക്കുന്നതെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കും. ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുമ്പോൾ ഹെഡ് പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ വരും. അതേപോലെ പവർ വേഴ്സസ് എന്നാണ് വരക്കുന്നതെങ്കിൽ ബോത്ത് ക്യൂ ആൻഡ് ഡിസ്ചാർജ് ആൻഡ് ഹെഡ് ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. സോ ഇറ്റ് വിൽ ഗീവ് പവർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ക്യൂബ് എന്ന് വരും. പവർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ക്യൂബ്. അത് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് എച്ച് എം വേഴ്സസ് എൻ എന്നുള്ളതിൽ ഡിസ്ചാർജ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ √HM/DN ഈസ് കോൺസ്റ്റൻ്റ് എന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ HM പ്രപ്പോർഷണൽ ടു എൻ സ്ക്വയർ എന്ന് ഇവിടെ തന്നെ കിട്ടിയില്ലേ അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. അതായത് ഒരു പമ്പിൻ്റെ കേസിൽ 4 മോഡൽ ടെസ്റ്റിങ്ങിൽ പമ്പിൻ്റെ മോഡൽ ടെസ്റ്റിങ് 4 ഇക്വേഷൻ സാറ്റിസ്ഫൈ ആണെന്ന് അറിയുമ്പോൾ 4 കണ്ടീഷൻസ് എഴുതിയതിൽ ഒരു കണ്ടീഷനാണ് ഇത്. അപ്പോൾ HM എൻ സ്ക്വയർ ആണ് കിട്ടി. അതാണ് ഇവിടെ പ്ലോട്ട് ചെയ്തത്. അതേപോലെ എന്താണ് നമുക്ക് P/D⁵ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് കിട്ടി. അപ്പോൾ അതിൽ P പ്രപ്പോർഷണൽ ടു എൻ ക്യൂ എന്ന് എഴുതിക്കൂടെ? അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. അത് ക്യൂബിക് കേവ് ആണ്. അതേപോലെ Q/D⁵n ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് എഴുതി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് Q പ്രപ്പോർഷണൽ ടു എൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ലീനിയർ കർവാണ്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മെയിൻ ക്യാരക്ടറിസ്റ്റിക് കേവ്സ് വരച്ചത്. പിന്നെ അടുത്ത കർവ് എന്ന് വെച്ചാൽ ഏതാണ്? OCC. OCCയിൽ you can note that if the speed is kept constant, the variation of manometric head, power and efficiency with respect to discharge gives operating characteristic curves of the pump. അതായത് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കേവ്സിൽ എക്സ് ആക്സിൽ ഡിസ്ചാർജ് ആണ്. നമ്മളിവിടെ ഡിസ്ചാർജിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻ ഹെഡിലും പവറിലും എഫിഷ്യൻസിയിലും. നമ്മൾ നേരത്തെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് കേവ്സിൽ സ്പീഡിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻ ആയിരുന്നു. ഇവിടെ ഹെഡിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻ. സോ ദ ഇൻപുട്ട് പവർ കർവ് ഫോർ പമ്പ്സ് ഷാൽ നോട്ട് പാസ് ത്രൂ ദി ഒറിജിൻ. ശ്രദ്ധിക്കുക, ഇൻപുട്ട് പവർ P ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നില്ല. അതായത് ഡിസ്ചാർജിൻ്റെ വാല്യൂ 0 ആകുമ്പോഴും ഒരു പവറിന് ഒരു പർട്ടിക്കുലർ 0 ഡിസ്ചാർജിന് പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി സ്ലൈറ്റ്ലി എവേ ഫ്രം ദി ഒറിജിൻ ഓൺ ദ y ആക്സിസ് ആസ് ഈവൺ അറ്റ് 0 ഡിസ്ചാർജ് സം പവർ ഈസ് നീഡഡ് ടു ഓവർ മെക്കാനിക്കൽ ലോസ്. കാരണം ഇവിടെ ഈ ഒരു എമൗണ്ട് ഓഫ് പവർ എന്തിനാണെന്ന് വെച്ചാൽ ടു ഓവർകം മെക്കാനിക്കൽ ലോസ് ഓവർകം ചെയ്യാനാണ്. അപ്പോൾ ആ മെക്കാനിക്കൽ ലോസിനെ ഓവർകം ചെയ്തതിന് ശേഷമേ ഡിസ്ചാർജ്, അതായത് പമ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം എന്നിട്ട് മാത്രമേ ഡിസ്ചാർജിങ് തുടങ്ങൂ. കാരണം ആദ്യം മെക്കാനിക്കൽ ലോസിനെ ഓവർകം ചെയ്യണം. ഓക്കെ,
സോ അതാണ് ഇൻപുട്ട് പവർ വേഴ്സസ് ഡിസ്ചാർജ്. So the head curve will be maximum value of head when discharge is 0. ഡിസ്ചാർജ് 0 ആകുമ്പോഴുള്ള മാക്സിമം ഹെഡാണ് ഹെഡ് കർവിൻ്റെ സ്റ്റാർട്ടിങ് 0. ഓക്കെ, ദ ഔട്ട്പുട്ട് പവർ കർവിൽ ഈ ഔട്ട്പുട്ട് പവർ കർവ് ഉണ്ടോ? ഔട്ട്പുട്ട് പവർ കർവ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം ദ ഒറിജിനൽ Q = 0. സോ ഔട്ട്പുട്ട് പവർ റോ QGH വിൽ ബി 0 വെൻ Q = 0. കാരണം ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് റോ QGH ആണ്. The efficiency curve will start from origin. എഫിഷ്യൻസി കർവും ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അറ്റ് Q = 0, ഈറ്റ = 0. കാരണം ഈറ്റ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ്. അപ്പോൾ ഒറിജിനൽ ഔട്ട്പുട്ട് പവർ 0 ആയതുകൊണ്ട് എഫിഷ്യൻസിയും 0 ആയിരിക്കും. നിങ്ങൾ ഈ OCC ആണ് നിങ്ങൾ ലാബിൽ യു വിൽ ബി ഡ്രോയിങ് ദിസ് ഫിഗർ. You will be trying to obtain this figure by doing experiments in centrifugal pump in your hydraulics lab. ഹൈഡ്രോളിക്സ് ലാബ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെഷീനിങ് ലാബ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഈ എഫിഷ്യൻസി ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് വാല്യൂസിന് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഡിസ്ചാർജിന് എഫിഷ്യൻസിയുടെ കർവ് നിങ്ങൾ പ്ലോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിങ്ങനെയാണ് വരിക. അതേപോലെ ഇൻപുട്ട് പവർ 0 സ്റ്റാർട്ട് ചെയ്യുക, ഔട്ട്പുട്ട് പവർ ഹെഡ് ഇങ്ങനെ ആയിരിക്കും, ഔട്ട്പുട്ട് പവർ ഇങ്ങനെ ആയിരിക്കും. Okay, now we'll move to constant efficiency curves. So this is the third one, constant efficiency curve. So for obtaining constant efficiency curves for a pump, the head versus discharge curves and efficiency versus discharge curves for different speed are used. അതായത് നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കേഴ്സിലുള്ള ഹെഡ് വേഴ്സസ് ഡിസ്ചാർജ് കർവും എഫിഷ്യൻസി വേഴ്സസ് ഡിസ്ചാർജ് കർവ് ഫോർ ഡിഫറെൻറ്റ് സ്പീഡ് ആർ യൂസ്. സോ ദിസ് ഫിഗർ ഷോസ് ദി ഹെഡ് വേഴ്സസ്, അതായത് ഒന്നാമത്താണ് ഹെഡ് വേഴ്സസ് ഡിസ്ചാർജ് കർവ്. ഇത് എഫിഷ്യൻസി വേഴ്സസ് ഡിസ്ചാർജ് കർവ്. ഓക്കെ, ഇത് രണ്ടും യൂസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? കോൺസ്റ്റൻറ്റ് എഫിഷ്യൻസി curves. So for plotting the constant, അപ്പോൾ നമ്മൾ ടർബൈനിൽ ഓൾറെഡി ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നു. ഫോർ പ്ലോട്ടിംഗ് ദ കോൺസ്റ്റൻറ്റ് എഫിഷ്യൻസി curves ഓർ ഐസോ എഫിഷ്യൻസി curves, അല്ലെ, കോൺസ്റ്റൻറ്റ് എഫിഷ്യൻസി ലൈൻ അല്ലെങ്കിൽ ഐസോ എഫിഷ്യൻസി ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻസ് representing the constant efficiency are drawn on the efficiency ഡിസ്ചാർജ് കർവ്. അതായത് എഫിഷ്യൻസി ഡിസ്ചാർജ് കർവിൽ ഈ ഒരു കർവിൽ ഒരു കോൺസ്റ്റൻറ്റ് എഫിഷ്യൻസി ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു നോക്കാം. ഡിഫറെൻറ്റ് കോൺസ്റ്റൻറ്റ് എഫിഷ്യൻസി ലൈൻ നമുക്ക് വരക്കാൻ പറ്റും. ജസ്റ്റ് ഫോർ ദ സേക്ക് ഇവിടെ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഓക്കെ, ദ പോയിന്റ്സ് അറ്റ് ദീസ് ലൈൻസ് കട്ട് ദ എഫിഷ്യൻസി കർവ്സ് അറ്റ് വേരിയസ് സ്പീഡ്സ്. ഇതാണ് എഫിഷ്യൻസി കർവ്സ്. ഡിഫറെൻറ്റ് സ്പീഡിലുള്ള എഫിഷ്യൻസി കർവ്സിന് ഇത് കുറേ പോയിൻറ്റ്സിൽ കട്ട് ചെയ്യുന്നുണ്ട്, അല്ലേ, കുറേ പോയിൻറ്റ്സിൽ കട്ട് ചെയ്യുന്നുണ്ട്. പോയിൻറ്റ്സാണ് ABCD എന്നുള്ള ഡിഫറെൻറ്റ് സ്പീഡ് N1, N2, N3, N4 എഫിഷ്യൻസി കർവ്സാണ് വരച്ചത് വിത്ത് റെസ്പെക്ട് ടു ഡിസ്ചാർജ്. അത് ഒരു കോൺസ്റ്റൻറ്റ് എഫിഷ്യൻസി ലൈൻസിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് ABCD, അല്ലെ, 4. ഇപ്പോൾ 4 കർവ്സ് വരച്ചിട്ടുണ്ട്, 4 പോയിൻറ്റ്സിൽ കട്ട് ചെയ്യും, അല്ലേ. These points having the same efficiencies are then joined by smooth curve. എങ്ങനെയാണ് കണ്ടോ? ഈ A1 മുകളിലേക്ക് ഞാൻ വരച്ചു ഇവിടെ. അതായത് N1 സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡ് വേഴ്സസ് Q ഗ്രാഫിന് മുട്ടിച്ചു. അതേപോലെ B ഇവിടെ മുട്ടിച്ചു, അതേപോലെ C ഇവിടെ മുട്ടിച്ചു, D മുട്ടിച്ചു. അതേപോലെ ഈ സൈഡും ഇവിടെ കറസ്പോണ്ടിങ് പോയിൻ്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാം. എന്നിട്ട് ABCD എന്നുള്ള ഈ ഒരു കർവ് ഇങ്ങനെ സ്മൂത്ത് ഒരു കർവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ എഫിഷ്യൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐസോ എഫിഷ്യൻസി കർവ് ഇവിടെ കിട്ടും, കോൺസ്റ്റൻറ്റ് എഫിഷ്യൻസി കർവ്. കണ്ടോ, ഈ ഡോട്ടഡ് ലൈനാണ് കോൺസ്റ്റൻറ്റ് എഫിഷ്യൻസി കർവ്. അതേപോലെ ഇത് വേറൊരു ഐസോ എഫിഷ്യൻസി കർവാണ്, ഇത് വേറൊരു കർവാണ്, ഇത് വേറൊരു.
അപ്പോൾ ഹെഡ് വേഴ്സസ് ഡിസ്ചാർജ് ഫിഗറിൽ അല്ലെങ്കിൽ ഗ്രാഫിൽ ഒരു കോൺസ്റ്റൻറ്റ് എഫിഷ്യൻസി ലൈൻ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കർവിനെയാണ് കോൺസ്റ്റൻറ്റ് എഫിഷ്യൻസി കർവ് എന്ന് വിളിക്കുന്നത്. കോൺസ്റ്റൻറ്റ് എഫിഷ്യൻസി കർവ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് എഫിഷ്യൻസി. സോ ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക് കേർവ്സ് ഫോർ എ സെൻട്രിഫ്യൂഗൽ പമ്പ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കർവും ടർബൈൻ്റെ ക്യാരക്ടറിസ്റ്റിക് കർവും ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഷേപ്സ് സെയിം ആയിരിക്കും, പക്ഷേ എടുക്കുന്ന പ്രോപ്പർട്ടീസ്, പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് രണ്ടും പാരലായിട്ട് തന്നെ പഠിച്ചു നോക്കുക. ഇനിയിപ്പോൾ പമ്പിൽ സെൻട്രിഫ്യൂഗൽ പമ്പിൽ ഒരു ടോപ്പിക്കും കൂടെ ബാക്കിയുണ്ട്, ക്യാവിറ്റേഷനും പിന്നെന്താണ് തോമസ് ക്യാവിറ്റേഷൻ ഫാക്ടേഴ്സ് ആൻഡ് ഒരു NPSH നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ് എന്നുള്ള ഒരു സംഗതിയും കൂടിയുണ്ട്. അതുകൂടെ അടുത്ത ക്ലാസ്സിൽ നമുക്കത് തീർക്കാം. ആൻഡ് ദെൻ വി ക്യാൻ വൈൻഡ് അപ്പ് ദിസ് മോഡ്യൂൾ. താങ്ക് യു.